എല്ലാവർക്കും നമസ്കാരം. ആൻ്റണി മലയാറ്റൂർ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഇരുമ്പൻ പുളിയെയാണ്. ഇരുമ്പൻ പുളിയുടെ ഗുണം നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. നമുക്കുണ്ടാകുന്ന പല രോഗങ്ങളെയും നിയന്ത്രിക്കാനും മാറ്റാനും ഉള്ള കഴിവ് ഇരുമ്പൻ പുളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു മെഡിസിൻ പ്ലാന്റ് ആയിട്ട് കരുതപ്പെടുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എറോഹ ബിലിംബി എന്നാണ്. ഇതിൻ്റെ ജന്മദേശം ഇന്തോനേഷ്യയിലെ മോളുക്കാസ് എന്ന് കരുതപ്പെടുന്നു. പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ചീമപ്പുളി, ചിലമ്പിപ്പുളി, ചിലമ്പിക്ക, അതുപോലെ തന്നെ അച്ചാർ പഴം, കാച്ചപ്പുളി. കാസർഗോഡ് ഭാഗത്ത് ഇതിന് കോയപ്പുളി എന്നും പേരുണ്ട്. സാധാരണയായിട്ട് പഴുത്ത് വീണ പഴത്തിൻ്റെ വിത്ത് മുളച്ചാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നഴ്സറിയിലും നമുക്ക് ഇതിൻ്റെ തൈകൾ ലഭ്യമാണ്. ഇത് നടാനായിട്ട് 1 മീറ്റർ നീളത്തിലും വീതിയിലും ആഴത്തിലും കുഴിയെടുത്ത ശേഷം അതിൻ്റെ ആ കുഴിയുടെ 4/3 ഭാഗം മേൽമണ്ണ് നിറച്ച ശേഷം ബാക്കിയുള്ള ഒരു ഭാഗം പച്ചില വളം ചേർത്ത മണ്ണ് കൊണ്ട് നിറച്ച് കുഴി ഫില്ല് ചെയ്ത ശേഷം നമുക്ക് 1 വർഷം പ്രായമായ തൈകൾ നമുക്ക് നടാവുന്നതാണ്. നമ്മൾ തൈ നടുമ്പോൾ നടുന്ന സ്ഥലത്ത് നല്ല സൂര്യപ്രകാശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റു മരങ്ങളിൽ നിന്നും ഒരു 3 മീറ്റർ അകലമെങ്കിലും നമ്മൾ ഈ മരത്തിന് നമ്മൾ കൊടുക്കണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നടുന്ന സ്ഥലം നല്ല നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം. വെള്ളം കെട്ടിക്കിടക്കേണ്ട ഒരവസ്ഥ വരാൻ പാടില്ല. വെള്ളം കെട്ടിക്കിടന്നാൽ ചെടിയുടെ വേര് നശിക്കുകയും ആ ചെടി തന്നെ നശിച്ചു പോവുകയും ചെയ്യും. മഴക്കാലമാകുന്നതോടുകൂടി പുതിയ കിളിർപ്പുകളും പൂക്കളും ഇതിൻ്റെ തണ്ടിലും അതുപോലെ തന്നെ ചില്ലകളിലും തടിയിലും ഉണ്ടാകുന്നു. ശേഷം സ്വപരാഗണം മൂലം ഈ പൂക്കൾ കായകളായി മാറുന്നു. ഒരു ഇരുമ്പൻപുളി മരത്തിന് ഏകദേശം 8-10 മീറ്റർ നീളം വരെ കാണാറുണ്ട്. ഒരു ഇരുമ്പൻപുളിയുടെ നീളം 4 സെൻറ്റിമീറ്റർ മുതൽ 6 സെൻറ്റിമീറ്റർ വരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. മണ്ണിൻ്റെ ഫലപുഷ്ടി അനുസരിച്ച് ഇത് അനേകം നാൾ നിലനിൽക്കും. താരതമ്യേന സൂര്യപ്രകാശം കുറവുള്ള സ്ഥലത്തും ഇത് നന്നായിട്ട് വളരുന്നതായി കാണുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് കറി വയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് മീൻകറിയിൽ ഇടാനായിട്ട്. അതുപോലെ തന്നെ ഇത് അരിഞ്ഞ് ഇട്ടുള്ള
പലതരം ചാറുകറികൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളിലെ കറ ഉണ്ടാകും, ആ കറ കളയാനായിട്ട്, കരിമ്പൻ കളയാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഓട്ടുപാത്രങ്ങൾ, അതുപോലെ തന്നെ കത്തികൾ, അവയ്ക്കൊക്കെ നല്ല നിറം വെപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നിലവിളക്ക്, അത് ഒക്കെ നമ്മൾ ഇതിട്ട് വരച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം ഇല്ലാതാക്കാനായിട്ട് അല്പം പുളി 3 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് എല്ലാ ദിവസവും രാവിലെ കഴിച്ചാൽ മതിയാവുന്നതാണ്. പ്രമേഹമുള്ളവർക്ക് പുളി ജ്യൂസാക്കി കഴിക്കാം. അതുപോലെ തന്നെ ഇരുമ്പം പുളി ഇട്ട് തിളപ്പിച്ച 1 കപ്പ് വെള്ളം വീണ്ടും തിളപ്പിച്ച് 1/2 കപ്പാക്കി മാറ്റി അത് രാവിലെയും വൈകിട്ടും അവർക്ക് കഴിക്കാവുന്നതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പുളിയിലെ വിറ്റാമിൻ സി അത്യുത്തമമാണ്. അതുപോലെ തന്നെ നമുക്ക് ചുമയും ചെറിയ ജലദോഷമുള്ള സമയത്ത് അല്പം പുളിനീര് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ജലദോഷവും അതുപോലെ തന്നെ ചുമയും നിൽക്കുന്നതാണ്. അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാൽസ്യം ഈ പുളിയിൽ ധാരാളമുണ്ട്. പുളി നമുക്ക് ഉണക്കി കഴിക്കാം. അതുപോലെ തന്നെ അച്ചാറിട്ട് കഴിക്കുന്നതുമൊക്കെ വളരെ നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. ചെറുപ്രാണികൾ കടിച്ചാൽ ഉണ്ടാകുന്ന അസ്വസ്ഥത, അതുപോലെ തന്നെ കാലിലെ നീര്, അതുപോലെ തന്നെ നീർവീക്കം, ചൊറിച്ചിൽ, ഇവയൊക്കെ മാറാനായിട്ട് നമ്മൾ ഈ മരത്തിൻ്റെ ഇളം തോലെടുത്ത ശേഷം അതിലൊരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് അരച്ച് പേസ്റ്റാക്കി നമ്മൾ പുരട്ടിയാൽ നമുക്ക് ഉടൻ തന്നെ അതിൽ നിന്നും ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പുളി കഴിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ സി മൂലം മുഖക്കുരു ഇല്ലാതാകുകയും ചർമ്മത്തിന് നല്ല നിറം വയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തടിയുള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് ഈ പുളി കഴിക്കുമ്പോൾ പുളിയിലുള്ള ഹൈപ്പർ ലിപ്പിഡമിക്ക് നമ്മെ സഹായിക്കുന്നു. മൂലക്കുരുവിനുള്ള ഏറ്റവും നല്ലൊരു പ്രകൃതിദത്തമായ ഔഷധമാണ് ഇരുമ്പൻ പുളി എന്ന് ആരോഗ്യ വിദഗ്ധർ പോലും അവകാശപ്പെടുന്നു. മൂലക്കുരു മൂലമുണ്ടാകുന്ന വേദന, വീക്കം, അതുപോലെ തന്നെ രക്തസ്രാവം ഇവ ശമിക്കാനായിട്ട് ഈ പുളിയുടെ നീര് അല്പം പുരട്ടിയാൽ മതിയെന്ന് ആരോഗ്യ വിദഗ്ധർ അവകാശപ്പെടുന്നു. അമിതമായാൽ അമൃതം വിഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ ഈ പുളി അധികം കഴിക്കുന്നതും നല്ലതല്ല. എന്നാൽ നമ്മൾ തീരെ ഒഴിവാക്കാനും പാടില്ല. അച്ചാറിട്ട് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ കറികളിൽ, മീൻകറിയിലൊക്കെ നമുക്ക് ഇട്ട് കഴിക്കാം. ഉണക്കി കഴിക്കാം. ഇതൊക്കെ വഴിയായിട്ട് നമുക്ക് ഒരുപാട് കാൽസ്യവും അയണും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വന്നു ചേരും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അറിവുകൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അറിവുകളല്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഈ രംഗത്തേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.